Hello friends, Assalamualaikum. Welcome back to Rasia 7 Max. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ പാർട്ടിൽ നമ്മൾ ചാപ്റ്റർ 1 ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ റിലേഷൻസും ടൈപ്സ് ഓഫ് റിലേഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുമാണ് കവർ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫംഗ്ഷൻസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫംഗ്ഷൻസ് are special kind of relation that obeys a rule. ഒരു പർട്ടിക്കുലർ റൂൾ ഒബേ ചെയ്യുന്ന റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്ത് റൂൾ ആണ് അത് ഒബേ ചെയ്യുന്നത്? there should be only one output for each input. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻപുട്ടിനും എന്തേ പാടുള്ളൂ? ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ പാടുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ഫോർ ഈച്ച് വാല്യൂ ഓഫ് എക്സ് ഈസ് കണക്റ്റഡ് ടു ഓൺലി വൺ ആൻഡ് ഓൺലി വാല്യൂ ഓഫ് വൈ എന്ന്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്കാണ്. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, വൺ ടു വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ഈ വൺ ടു വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. വൺ ടു വൺ ആ ഒരു പേരിൽ നിന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് ഒന്നിന് ഒന്നിനോട്. ഓക്കെ, അതായത് ഇപ്പം എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഓഫ് എലമെന്റ്സ് ഞാൻ എടുത്താൽ എനിക്ക് പറയാൻ പറ്റും എക്സിലെ ഓരോ എലമെന്റ്സും വൈയിലെ ഒരൊറ്റ ഇമേജ് മാത്രമേ കാണുകയുള്ളൂ എന്ന്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് 1 1 ഇഫ് ദ ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, അതായത് മാത്തമാറ്റിക്കലി നമ്മൾ അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർ x1 x2 എലമെന്റ് ഓഫ് x f of x1 is equal to f of x2 implies x1 is equal to x2. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. അത് മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഫോർ എവരി എലമെന്റ് y എലമെന്റ് ഓഫ് y. ക്യാപിറ്റൽ y എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെന്റ്സിനും y എന്ന് പറയുന്ന എലമെന്റ്സിനും there exists x എലമെന്റ് ഓഫ് x. ഓക്കെ, എക്സ് എന്ന് പറയുന്ന സെറ്റിൽ എന്തുണ്ടായിരിക്കും? എക്സ് എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? സാറ്റിസ്ഫൈയിങ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷൻസിൽ നമ്മൾ പഠിച്ചതാണ് വൺ ടു വൺ ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും. ഒരു ഫംഗ്ഷൻ എപ്പോഴെങ്കിലും ഒരേ സമയം വൺ ടു വണ്ണും ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ മറ്റൊരു പേരിൽ വിളിക്കാൻ പറ്റും ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. എന്താണ്? ചെക്ക് വെദർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. അപ്പൊ ബൈജക്റ്റീവ് എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു അതേപോലെ വൺ വണ്ണും ആണെന്ന് തെളിയിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണെന്ന് തെളിയിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ആണ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസിലേക്ക് പോവാം. So let's move to the first example question. Let A is equal to, നമുക്ക് A എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് 50 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലെ 10th ക്ലാസ്സിലെ 50 സ്റ്റുഡൻസിനെയാണ് നമുക്ക് ആ സെറ്റിൽ തന്നിരിക്കുന്നത്. And let F is a function from A to N. ഓക്കെ, A എന്ന് പറയുന്ന സെറ്റ് ഇതാണ്, N എന്ന് പറയുന്ന സെറ്റ് ഇതാണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, B a function defined by f of x is equal to roll number of students in x. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എക്സ്. എക്സ് എന്ന് പറയുന്ന കുട്ടിയുടെ റോൾ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് എഫ് ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണ് പക്ഷെ ഓൺ ടു അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം 1 1ന്റെ കണ്ടീഷൻ നോക്കാം. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കലി 1 1 ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് x1 is equal to f of x2 implies x1 is equal to x2 ആണെന്നുണ്ടെങ്കിൽ we can say that f is 1 1. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ f of x1 is equal to f of x2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് എഫ് ഓഫ് x1? എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 എന്ന് പറയുന്ന കുട്ടിയുടെ റോൾ നമ്പർ. ഓക്കെ, ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുന്ന കുട്ടിയുടെ റോൾ നമ്പർ. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഒരിക്കലും രണ്ട് കുട്ടികൾക്ക് ഒരേ റോൾ നമ്പർ വരത്തില്ല. അങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികളും സെയിം ആയിരിക്കും.
That means നമുക്ക് എന്ത് പറയാൻ പറ്റും, x1 is equal to x2 എന്ന് പറയാൻ പറ്റും. That is our condition for 1 function is satisfied here. Okay, അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം, therefore f is 1. Okay, next നിങ്ങൾ ഇവിടെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കണേ. x1 x2 എവിടുത്തെ എലമെന്റ് ആണ്, എലമെന്റ് ഓഫ് ക്യാപിറ്റൽ A. Okay, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ ആണെന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 50 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സിലെ റോൾ നമ്പർ 1 to 50 വരെ ആയിരിക്കും നിൽക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എവിടെ മുതൽ എവിടം വരെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഉൾപ്പെടുന്ന ഒരു നമ്പറാണ് 51. ഓക്കെ, 51 എന്ന് പറയുന്ന നമ്പർ പക്ഷെ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, എ എന്ന് പറയുന്ന സെറ്റില് 10ാം ക്ലാസ്സിലെ 50 കുട്ടികളേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരു നമ്പറാണ് 51. ഒരിക്കലും 51 എന്ന് പറയുന്ന റോൾ നമ്പർ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസേ ഉള്ളൂ, 50 സ്റ്റുഡൻസേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് 51 ഈസ് നോട്ട് എ റോൾ നമ്പർ ഓഫ് എനി ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, ഇൻ ദ സെറ്റ് A. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 51 ഹാസ് നോ പ്രീ ഇമേജ്. ഓക്കെ, അപ്പൊ പ്രീ ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, F ഈസ് നോട്ട് ഓൺ ടു. ഓക്കെ, F ഈസ് നോട്ട് ഓൺ ടു. ക്ലിയർ ആണല്ലോ? Next we are moving to the next question. Show that the function f from n to n. Okay, നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് എല്ലാ ക്വസ്റ്റ്യനും തന്നിരിക്കും. അതിന് നിങ്ങൾ നിസ്സാരമായിട്ട് വിട്ടുകളയരുത്. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ പക്ക നല്ല രീതിയിൽ മനസ്സിലാക്കണം. കാരണം എന്നാൽ മാത്രമേ ആ ഫംഗ്ഷൻ 1 on 2 ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോ given by f of x is equal to 2x is 1 but not on 2. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ് പക്ഷെ on 2 അല്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ 1 കണ്ടീഷൻ എന്താണ്, if f of x1 is equal to f of x2 implies x1 is equal to x2 ആണെങ്കിൽ f is 1. അപ്പൊ ഞാൻ ആദ്യത്തെ ആ കണ്ടീഷൻ കൊടുക്കുകയാണ്, f of x1 is equal to f of x2. ഓക്കെ, അപ്പൊ f of x1, f of x എന്ന് പറയുന്നത് 2x എന്നാണെങ്കിൽ f of x1 എന്തായിരിക്കും, 2x1 is equal to f of x2 എന്തായിരിക്കും, 2x2. ഓക്കെ, അപ്പൊ ഈ രണ്ട് സൈഡിൽ നിന്നും ഞാൻ ഈ കോമൺ ആയിട്ടുള്ള 2നെ ക്യാൻസൽ ചെയ്യുന്നു and I get x1 is equal to x2. അപ്പൊ എന്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഞാൻ കൊടുത്ത കണ്ടീഷൻ എന്താണ്, f of x1 is equal to f of x2. അതിപ്പോ ലാസ്റ്റ് എന്തിലേക്ക് എത്തി, x1 is equal to x2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore f is 1. Okay, next we are going for the condition for on 2. Okay, അപ്പൊ ഞാൻ എന്റെ f of x ഉണ്ടല്ലോ, f of x നെ ഞാൻ y എന്ന് വിളിക്കണം. Let y is equal to f of x. Okay, such that y എന്ന് പറഞ്ഞ ഏതിൽ എലമെന്റ് ആണ്, എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ കൊടുത്തു. കണ്ടീഷൻ കൊടുത്തപ്പോൾ എനിക്ക് y is equal to f of x. f of x എന്ന് പറഞ്ഞാൽ എന്താണ്, 2x ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, y is equal to 2x എന്ന് എഴുതാം. ഇതിൽ നിന്നും എനിക്ക് x ന്റെ വാല്യൂനെ എന്തെന്ന് എഴുതാൻ പറ്റും, is equal to y by 2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ x ന്റെ വാല്യൂ ഞാൻ എന്തായിട്ടാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആയ 1നെ ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാണ്. ഇഫ് y is equal to 1. ഓക്കെ, y is equal to 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പോ എനിക്ക് കിട്ടിയത് x is equal to 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.5. ഓക്കെ, അപ്പം x എന്ന് പറയുന്നത് എന്തിലെ എലമെന്റ് തന്നെയാണ്, നാച്ചുറൽ നമ്പറിലെ എലമെന്റ് ആണ്. പക്ഷെ നമുക്ക് y-യുടെ വാല്യൂ ഞാൻ ഒരു നാച്ചുറൽ നമ്പർ കൊടുത്തപ്പോൾ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം എന്താണ്, x is equal to 0.5. ഈ 0.5 is a natural number? No. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1, 1, 1, 2 ആ രീതിയിൽ കൗണ്ട് ചെയ്യത്തില്ല. നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യുമ്പോൾ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും, 1, 2, 3, 4, 5 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0.5 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. x നോട്ട് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, f ഈസ് നോട്ട് ഓൺ ടു. ഓക്കെ, അപ്പൊ f ഈസ് നോട്ട് ഓൺ ടു.
Clear? Next we are moving to a very important question. Example question ആണ്. Show that the function f from R to R, അതായത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്ക്, defined as f of x is equal to x square, okay, is neither 1 1 nor on 2. 1 1 അല്ല on 2 അല്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. So first we are going for the condition for 1 1 function. Okay, അപ്പോൾ f of x1 is equal to f of x2. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? x1 square is equal to x2 square. Okay, അപ്പോൾ എനിക്ക് x1 is equal to x2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇവരുടെ സ്ക്വയറിനെ എന്ത് ചെയ്യണം? കളയണം. ദാറ്റ് മീൻസ് രണ്ട് സൈഡിലും റൂട്ട് എടുക്കണം. ഓക്കെ, ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? രണ്ട് കണ്ടീഷൻ വരാം. ഓക്കെ, എങ്ങനെ വരും? ഒന്നെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 എന്നുള്ള രീതിയിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഓർ x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് x1 does not have a unique image. Okay, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? f is not 1 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ x1ന്റെ വാല്യൂ -1ഉം x2ന്റെ വാല്യൂ 1ഉം എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്ട് f of -1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -1ന്റെ സ്ക്വയർ ആയ 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, f of 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും f of -1 ഈസ് ഈക്വൽ ടു f of 1 എന്ന് പറയാൻ പറ്റും. f of -1 ഈസ് ഈക്വൽ ടു f of 1, റൈറ്റ്? പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല 1 ഈസ് നോട്ട് ഈക്വൽ ടു -1. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ വേരിയബിൾസ് വെച്ചിട്ട് ചെയ്തത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദി കണ്ടീഷൻ ഫോർ ഓൺ ടു ഫംഗ്ഷൻ. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ എങ്ങനെ ചെയ്യണോ നമ്മൾ പറഞ്ഞത്? ലെറ്റ് y ഈസ് ഈക്വൽ ടു f of x. ഓക്കെ, such that y എന്ന് പറഞ്ഞ ഇവിടുത്തെ എലമെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കുക, y എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഓഫ് റൂട്ട് y. ഓക്കെ, അപ്പം ഒരു റൂട്ട് ഉള്ള നമ്പർ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഇറാഷണൽ നമ്പേഴ്സും കൂടെ ഉൾപ്പെടും. അതുകൊണ്ട് നമുക്ക് റൂട്ടിന്റെ അകത്ത് ഇപ്പൊ റൂട്ട് 5ഓ റൂട്ട് 2ഓ എന്ന് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു എക്സാമ്പിൾ നോക്കിയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ റൂട്ടിന്റെ അകത്ത് ഒരു നെഗറ്റീവ് നമ്പർ ആണ് വരുന്നതെങ്കിലോ? ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഈസ് നോട്ട് റിയൽ. ഓക്കെ, അപ്പൊ ഒരു നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തല്ല? റിയൽ അല്ല, ഇറ്റ്സ് ഇമാജിനറി. ഓക്കെ, നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ടിനെ നമ്മൾ ഐ എന്ന് പറഞ്ഞ ഒരു വേർഡ് വെച്ചിട്ടാണ്, ഒരു വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? y എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആയാൽ x ഈസ് നോട്ട് റിയൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f ഈസ് നോട്ട് 1 1. ഓക്കെ, സോറി, f ഈസ് നോട്ട് ഓൺ 2. ഓക്കെ, അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ y പകരം if y ഈസ് ഈക്വൽ ടു -3, -3 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്ന ആളാണ്. നമുക്ക് x ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 എന്ന് എഴുതേണ്ടി വരും, വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് റിയൽ നമ്പർ. ഓക്കെ, ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളതിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സെക്ഷൻ. Show that if from n to n natural numbers in the settle nunum natural numbers in the settleke given by f of x is equal to x plus 1 if x is 4.
എക്സിന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും എക്സ് പ്ലസ് 1 ആയിരിക്കും. എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഈസ് ഈവൻ, എക്സിന്റെ വാല്യൂ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 1 ആയിരിക്കും. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്? ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് ബൈജക്റ്റീവ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് വി ഹാവ് ടു ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് both 1 1 and on 2. ഓക്കെ, അപ്പോ ഞാൻ 1 1ന്റെ കേസ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്കിവിടെ ഓഡ് ആൻഡ് ഈവൺ ഈ ഒരു രണ്ട് കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ എനിക്ക് 3 കേസസ് കൺസിഡർ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന രണ്ട് നമ്പേഴ്സും ഈവൺ നമ്പർ ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നതിൽ ഒരു നമ്പർ ഈവനും ഒരു നമ്പർ ഓടുമായിരിക്കും. ഈ 3 കേസസിലും ഇത് 1 1ന്റെ കണ്ടീഷൻ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ x1 and x2 are even. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് x1 എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? x1 ഈവൺ ആണെങ്കിൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 മൈനസ് 1, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x2 മൈനസ് 1. ഓക്കെ, അപ്പൊ ഞാൻ 1 1ന്റെ കണ്ടീഷൻ നോക്കിയാണ്. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 മൈനസ് 1 ഈസ് ഈക്വൽ ടു x2 മൈനസ് 1. രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ആരുണ്ട്? മൈനസ് 1 മൈനസ് 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? f ഈസ് 1 1. അതായത് ഞാൻ എടുക്കുന്ന രണ്ട് വേരിയബിൾസും x1 ഉം x2 ഉം ഈവൺ ആണെന്നുണ്ടെങ്കിൽ f ഈസ് 1 1. ഓക്കെ, നെക്സ്റ്റ് ഈസ് x1 and x2 ആർ ഓഡ്. ഓക്കെ, അപ്പൊ x1 x2 ഓഡ് ആണെങ്കിൽ എനിക്ക് f of x1 എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു x ഈസ് ഓഡ് ആവുമ്പോൾ f of x എന്ന് പറഞ്ഞാൽ x1 x plus 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 plus 1 and f of x2 ഈസ് ഈക്വൽ ടു x2 plus 1, റൈറ്റ്? ഇനി ഞാൻ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു. f of x1 ഈസ് ഈക്വൽ ടു f of x2. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x1 plus 1 ഈസ് ഈക്വൽ ടു x2 plus 1. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും +1 +1 ക്യാൻസൽ ചെയ്താൽ I get x1 ഈസ് ഈക്വൽ ടു x2. That is the condition for 1 1 function is satisfied here. Therefore we can write f is 1 1. Okay. Next is case 3. x1 is even and x2 is odd. നിങ്ങൾക്ക് തിരിച്ചു എടുക്കാം. ഓക്കെ, ഇപ്പൊ x1 ഓഡ് എന്നും x2 ഈവൺ എന്നും പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ x1 എന്ന് പറയുന്ന ഈവൺ ആണെങ്കിൽ I can write f of x1 is equal to ഈവൺ ആവുമ്പോൾ എങ്ങനെയാണ്? x minus 1. That means x1 minus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f of x2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? is equal to x2 plus 1. ഓക്കെ, ഇനി ഞാൻ ഇതിനെ രണ്ടിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. That means f of x1 is equal to f of x2 എന്ന് അപ്ലൈ ചെയ്താൽ I get x1 minus 1 is equal to x2 plus 1. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വരുന്നത്? x1 minus x2 is equal to 2. ഒരിക്കലും ഒരു ഓഡ് നമ്പറിന്റെയും ഒരു ഈവൺ നമ്പറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരില്ല? ഒരു ഈവൺ നമ്പർ വരത്തില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഓഡ് നമ്പർ ആയ 1 എടുക്കുന്നു. ഓക്കെ, ആൻഡ് ഈവൺ നമ്പർ ആയ 2 എടുക്കുന്നു. ഓക്കെ, അപ്പൊ 1 minus 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു -1 ആൻഡ് -1 ഈസ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പൊ ഒരു ഓഡ് നമ്പറിന്റെയും ഈവൺ നമ്പറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ഈവൺ നമ്പർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഓവറോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗിവൺ ഫംഗ്ഷൻ f ഈസ് 1 1. Okay, next we are moving to check the condition for on2. Okay, അപ്പോൾ on2 ആണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടീഷൻ കൊടുക്കുന്നത് എന്താണ്? let f of x is equal to y such that y element of capital N. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് രീതിയിലാണ് x ന്റെ വാല്യൂസ് തന്നിരിക്കുന്നത്. if x is odd and x is even. അപ്പോൾ ഈ രണ്ട് കേസിലെയും y വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ x is odd ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ f of x അല്ലെങ്കിൽ is equal to എത്ര കിട്ടും? x plus 1. That means y is equal to x plus 1. ഇതിൽ നിന്നും x ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? y minus 1. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യുന്നു. എനിക്ക് f of x ന്റെ വാല്യൂ എന്തെന്നാണ് എഴുതാൻ പറ്റുന്നത്? f of x is equal to x minus 1. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y is equal to x minus 1. Therefore x is equal to y plus 1. ഓക്കെ, അപ്പൊ ഞാൻ ഇനി x ന്റെ വാല്യൂസിനെ y യുടെ ടേംസിൽ എഴുതുകയാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ആദ്യത്തെ എന്താണ്? y minus 1.
ഈ y മൈനസ് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത് എപ്പോഴാണ്? എക്സിന്റെ വാല്യൂ ഓഡ് ആയിരുന്നു. ഒന്ന് ആലോചിച്ചോക്കെ, ഇവിടെ ഒരു ഓഡ് നമ്പർ, അപ്പോൾ എനിക്ക് കിട്ടിയത് രണ്ട്, ഒരു നമ്പറിൽ നിന്നും ഒരു 1 കുറച്ചപ്പോഴാണ് ഈ ഓഡ് നമ്പർ കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ, ഒരു ഈവൺ നമ്പറിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഒരു ഓഡ് നമ്പർ കിട്ടുക. ദാറ്റ് മീൻസ് y മൈനസ് 1 ആവുമ്പോൾ എക്സിന്റെ വാല്യൂ y മൈനസ് 1 ഈസ് ഈക്വൽ ടു ഓഡ് ആവുമ്പോൾ y എന്തായിരിക്കും? ഈസ് ഈവൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത കിട്ടിയ വാല്യൂ എത്രയാണ്? y പ്ലസ് 1. അപ്പൊ എക്സിന്റെ വാല്യൂ ഈവൺ ആയിരുന്നപ്പോഴാണ് y പ്ലസ് 1. ഓക്കെ, ഒരു ഓഡ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു ഈവൺ നമ്പർ കിട്ടത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടുത്തെ y എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഓഡ്. ഓക്കെ, ഇനി നിങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതിന്റെ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ വൈയുടെ വാല്യൂ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും എന്റെ എക്സിന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്? ഒരു നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? For every y element of capital N, there exists an x element of capital N such that f of x is equal to y. അതായത് the condition for the function to be an onto function is satisfied here. Therefore, we can write f is onto. ഓക്കെ, അപ്പൊ onto എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നത്തെ പാർട്ടിൽ ചെയ്തപ്പോൾ f നമുക്ക് എന്തായിട്ടാണ് കിട്ടിയത്? 1 1 ആയിട്ടാണ് കിട്ടിയത്. If a function is both 1 1 and onto, we can call it as a bijective function, and our question is to prove this function as bijective. Okay, അപ്പൊ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? Therefore, f is bijective. Okay. Next, we are moving to another important question. Let a is equal to r minus set 3. r എന്ന് പറഞ്ഞാൽ അറിയാലോ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൽ നിന്നും 3 എന്ന് പറയുന്ന എലമെന്റ് ഉൾപ്പെടുന്ന സെറ്റിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ആൻഡ് b is equal to r minus set 1. Okay, consider the function f from a to b. a യിൽ നിന്നും b യിലേക്ക് ഉള്ള ഫംഗ്ഷൻ ആണ് f എന്ന് പറയുന്നത്. and it is defined by f of x is equal to x minus 2 divided by x minus 3. Okay, if f is 1 1 and onto, ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 1 ഉം onto ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. and justify your answer. Okay, അഥവാ ആണെങ്കിൽ അതിനുള്ള റീസൺ പറയുക, അല്ലാന്നുണ്ടെങ്കിലും അതിനുള്ള എന്തുകൊണ്ടാണ് അത് 1 1 and onto ആവാത്തത് എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് let us check the condition for 1 1 function. Okay, അപ്പൊ 1 1 ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്? if f of x1 is equal to f of x2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വരണം? x1 is equal to x2 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ f of x എന്ന് പറഞ്ഞാൽ x minus 2 divided by x minus 3 ആണ്. അങ്ങനെയാണെങ്കിൽ f of x1 എന്ന് പറഞ്ഞാൽ x1 minus 2 divided by x1 minus 3. ഓക്കെ, is equal to x2 minus 2 divided by x2 minus 3. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? x1 minus 2 into x2 minus 3 is equal to x2 minus 2 into x1 minus 3. റൈറ്റ്, ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്? ഈ ബ്രാക്കറ്റിനെ മാറ്റണം. അതായത് ഈ രണ്ട് ഇതിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ x1 into x2 is equal to x1 x2. Okay, x1 into minus 3 is equal to minus 3 x1. Okay, ഇനി minus 2 into x2 is equal to minus 2 x2. Okay, minus 2 into minus 3 is equal to plus 6. Okay, equal to x2 into x1 is equal to, നമുക്ക് ഓർഡർ ഇങ്ങനെ എഴുതാം, x1 x2. ഓക്കെ, ഇനി x2 into minus 3 is equal to minus 3 x2. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് minus 2 into x1 is equal to minus 2 x1. minus 2 into minus 3 is equal to plus 6. അപ്പോൾ ഒരു ഈക്വൽ സൈഡിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും കോമൺ ആയിട്ടുള്ളവരെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. x1 x2 x1 x2 plus 6 plus 6. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? minus 3 x1 minus 2 x2 is equal to minus 3 x2 plus 2 x1. Sorry, minus x1. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒരേപോലുള്ള ടേംസിനെ എല്ലാം ഒന്നിച്ചാക്കാൻ പോവുകയാണ്. അപ്പൊ minus 3 x1 എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള minus 2 x1 കൂടെ കൊണ്ടുവരുമ്പോൾ plus 2 x1 is equal to, ഇവിടെ minus 3 x2 ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ ഉള്ള minus 2 x2 അപ്പുറം കൊണ്ടുവന്ന് എത്ര കിട്ടും? plus 2 x2. അപ്പൊ എനിക്കിപ്പോ എങ്ങനെ കിട്ടും? minus 3
പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്രയാണ് -1. അങ്ങനെയാണെങ്കിൽ -1 into x1 ഈസ് ഈക്വൽ ടു -x1 ഈസ് ഈക്വൽ ടു അതേപോലെ തന്നെ ഇവിടെ -3x2 plus 2x2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും -x2. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ഈ മൈനസ് സിമ്പിൾ ക്യാൻസൽ ചെയ്യുമ്പോൾ I get x1 is equal to x2. അപ്പൊ ഞാൻ തുടങ്ങിയത് എവിടെയാണ് f of x1 is equal to f of x2 ൽ നിന്നും ഇപ്പൊ ചെയ്തു വന്നപ്പോൾ എവിടെ കിട്ടി x1 is equal to x2 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദാറ്റ് ഈസ് ദ ഗിവൺ ഫംഗ്ഷൻ f is 1 1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓൺ ടു ആണോ എന്നാണ് നോക്കേണ്ടത്. ഓൺ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് y is equal to ആരാണ് f of x എന്ന് കൊടുക്കുക such that y എന്ന് പറഞ്ഞ എവിടുത്തെ എലമെന്റ് ആണ്, എലമെന്റ് ഓഫ്. ഈ y ഏതിലെ എലമെന്റ് ആണ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക, ഏത് സെറ്റിൽ നിന്നും ഏത് സെറ്റിലേക്കാണ് പോകുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓർഡറുടെ പേരിൽ എക്സ് വൈ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ആദ്യം ഏത് സെറ്റിൽ നിന്നാണോ ആ ഫംഗ്ഷൻ പോകുന്നത് അതിലെ എലമെന്റ് ആയിരിക്കും, ഏത് സെറ്റിലേക്കാണോ ആ ഫംഗ്ഷൻ പോകുന്നത് അതിലെ എലമെന്റ് ആയിരിക്കും y എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ y എലമെന്റ് ഓഫ് ഏതെന്ന് പറഞ്ഞിരിക്കാം ബി. ബി എന്ന് പറഞ്ഞ ആരാണ്, r മൈനസ് സെറ്റ് 1. നിങ്ങൾക്ക് ആണെങ്കിൽ y എലമെന്റ് ഓഫ് ബി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ y എലമെന്റ് ഓഫ് r മൈനസ് സെറ്റ് 1 എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ y is equal to f of x ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് y is equal to x minus 2 divided by x minus 3. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും ആറ് ടേംസ് മാത്രം വരണം, എക്സിന്റെ ടേംസ് മാത്രമായിട്ട് വരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്സ് മൈനസ് 3 അപ്പുറം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണേ. y into x minus 3 is equal to x minus 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ xy minus 3y is equal to x minus 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഞാൻ ഇവിടെ ഈ എക്സിന്റെ ടേംസിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാണ്. ദാറ്റ് മീൻസ് എക്സ് വൈ ഈ പ്ലസ് എക്സിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഈ -3y അപ്പുറം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടും, +3y -2 അതേപോലെ. ഇനി ഇതിൽ നിന്ന് ഞാൻ ഈ എക്സിനെ അങ്ങ് കോമൺ എടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു 3y - 2 എന്നുള്ള രീതിയിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും, 3y - 2 ഡിവൈഡഡ് ബൈ y - 1. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി ഇൻ ടേംസ് ഓഫ് y - 1. ഇനി ഞാൻ ഇവിടുത്തെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, y-യുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എനിക്ക് x എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്, നോട്ട് ഡിഫൈൻഡ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അത് ഇവിടെ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കുക. y-യുടെ വാല്യൂ 1 വരുമോ, ഇല്ല, കാരണം നമ്മൾ y ബിയിലെ എലമെന്റ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1. സെറ്റ് 1 അതായത് 1 എന്ന് പറഞ്ഞ നമ്പർ ഉൾപ്പെടാത്ത ബാക്കിയുള്ള റിയൽ നമ്പേഴ്സിലാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ y-യുടെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്താണ്, കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് x എലമെന്റ് ഓഫ് a. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്തിലെ എലമെന്റ് ആയിരിക്കും, എയിലെ എലമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ കിട്ടിയ എക്സ് വാല്യൂ ഉണ്ടല്ലോ, ഈ എക്സ് വാല്യൂവിനെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ എക്സിൽ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് ഈ എക്സിന്റെ വാല്യൂ എന്ത് ടേംസിൽ, വൈയുടെ ടേംസിലുള്ള എക്സ് വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഉത്തരത്തില് വൈ തന്നെ വന്നാൽ നമുക്ക് പറയാൻ പറ്റും ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുകയാണ്, ലെറ്റ് f of x is equal to എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അപ്പൊ ഈ എക്സിന് പകരം ഞാൻ ആരെ കൊടുക്കുന്നു, 3y - 2 ഡിവൈഡഡ് ബൈ y - 1. അതായത് f of 3y - 2 ഡിവൈഡഡ് ബൈ y - 1. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ അപ്പൊ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എങ്ങനെ എഴുതും, ഈസ് ഈക്വൽ ടു 3y - 2 ഡിവൈഡഡ് ബൈ y - 1 - 2 the all divided by 3y - 2 divided by y - 1 - 3. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, ഇനി ഞാൻ ഈ ഒരു ഡിനോമിനേറ്റേഴ്സിനെ എഴുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നെ y - × 1 അതേപോലെ ഇവിടെ y - × 1 എന്ന് വരുമ്പോൾ രണ്ടും കൂടെ തമ്മിൽ വെട്ടിപ്പോകും. അപ്പൊ ഞാൻ മുകളിലത്തേനെ മാത്രമേ ഇനി കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, 3y - 2 മൈനസ് എന്താണ് വന്നിരിക്കുന്നത്, 2 × y - 1. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 2y - 2 × -1 is equal to +1 the all divided by, ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല, അത് എന്തായാലും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഇനി 3y - 2 ഇനി -3 × y - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -3y + 3. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു 3y മൈനസ് 2y ഈസ് ഈക്വൽ ടു എത്രയാണ്? y. ഇനി മൈനസ് 2 പ്ലസ് 2 എത്രയാണ്? 0. ആൻഡ് ഇനി താഴെ നോക്കുക, 3y മൈനസ് 3y എത്രയാണ്? 0. ഓക്കെ. ഇനി മൈനസ് 2 പ്ലസ് 3 എത്രയാണ്? 1. അപ്പൊ y ഡിവൈഡഡ് ബൈ 1 എനിക്ക് എത്രയാണ്? y ആണ് കിട്ടുന്നത്. അതായത് ഞാൻ എക്സിന് പകരം വൈയുടെ ടേംസിലുള്ള എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് y ആണ്. ദാറ്റ് മീൻസ് ഫോർ എവരി x element of A there exists y element of B such that f of x is equal to y. Okay, ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. Therefore we can write f is onto. Okay, therefore f is onto. Clear?